ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ടാറ്റ നെക്സോൺ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ടാറ്റ നെക്സോൺ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ബേസ് മോഡലായിട്ടുള്ള വണ്ടിയാണ്. ഒരുവിധം എല്ലാ വർക്കും നമുക്ക് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബമ്പറും ഡോർ പേഡും അതേപോലെ തന്നെ ഡാഷ്ബോർഡും ബാക്ക് ഡിക്കിയുടെ ആ ഒരു പേഡ് കാര്യങ്ങളൊക്കെ അഴിച്ചേക്കാണ് നമ്മളെ വയറിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. മുമ്പത്തെ നെക്സോൺ എടുത്തു പറയേണ്ടതാണ്. അതിൽ സെൻട്രൽ ലോക്കിന്റെ മാനുവൽ യൂണിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ഡോറിലും സെപ്പറേറ്റ് ഓരോരോ മോട്ടർ നമുക്ക് ആഡ് ചെയ്യണം. ഡൈവേഴ്സൈഡ് 5 വയർ മോട്ടർ, അതേപോലെ തന്നെ ബാക്കിയെല്ലാം 2 വയർ മോട്ടർ ആഡ് ചെയ്യണം. ഇതില് നമ്മുടെ ടാറ്റ പഞ്ചും അൾട്രോസ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ മാനുവൽ സെൻട്രൽ ലോക്ക് ഉണ്ട്. ഞാൻ മുമ്പത്തെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇറങ്ങാൻ പോകുന്ന നെക്സോൺ എന്തായിട്ടും അവർ മാനുവൽ അൾട്രോസിലും ടാറ്റ പഞ്ചിലും വരുന്ന പോലെ തന്നെ മാനുവൽ സെൻട്രൽ ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആക്ടിവേറ്റർ ഒന്നും ചെയ്യാത്ത ഒരു ടൈപ്പ്. നമ്മൾ ഡൈവർ സൈഡ് തന്നെ ഡോർ ലോക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡോറും ലോക്ക് ചെയ്യേണ്ട സെറ്റപ്പിൽ കമ്പനിയിൽ തന്നെ ബേസ് മോഡൽ വണ്ടിക്ക് വരുന്നുള്ളത്. ഒരുവിധം എല്ലാ വണ്ടിയിലും ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതേപോലെ വരുന്ന ഞാൻ എന്തായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ടാറ്റ നെക്സോണിൽ ഇപ്പൊ വന്നിട്ടുണ്ട് മാനുവൽ സെൻട്രൽ ലോക്ക്. നമുക്ക് എക്സ്ട്രാ ഒരു നമ്മുടെ റിമോട്ടിന്റെ ആ ഒരു കിറ്റ് മാത്രം ആഡ് ചെയ്താൽ മതി, ആ യൂണിറ്റ് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതില് നമ്മൾ സെൻട്രൽ ലോക്ക് ചെയ്യുന്നത് നോർമൽ ആയിട്ട് വരുന്ന കീ ആണ്. ഫ്ലിപ്പ് കീ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ ചെയ്യാം, അതാണ് ഏറ്റവും ലാഭം. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഇപ്പൊ കൈയോടെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത് നോക്കുന്ന 5500 ഫ്ലിപ്പ് കീ സെൻട്രൽ ലോക്ക് ചെയ്യുന്നത്. നോർമൽ സെൻട്രൽ ലോക്ക് നമ്മൾ 4500 ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം വെറുതെ വാരി വലിച്ച് വയറിംഗ് ഒന്നും ചെയ്യില്ല. കറക്റ്റ് ആയിട്ട് ആ ഒരു കമ്പനി വയറിംഗ് പോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അത് നമ്മൾ എല്ലാ വീഡിയോയിലും മാക്സിമം കാണിക്കാറുണ്ട്. അതോടൊപ്പം ഇതിൽ സ്പീക്കേഴ്സ് ചെയ്യുന്നത് നമ്മളെ പൈനിയറിന്റെ കോമോണ്ടും കോവാക്സിലാണ്. ഫ്രണ്ടിൽ കോമോൺ സ്പീക്കേഴ്സും ബാക്കിൽ കോവാക്സ് സ്പീക്കേഴ്സ് ആണ് കേട്ടോ. ഇപ്പൊ ഇതില് മാറ്റം വന്നതെന്ന് വെച്ചാൽ ഡാഷ്ബോർഡിന്റെ മേൽവശം ഒന്നും വലിയ മാറ്റമില്ല. നമ്മളെ മുമ്പത്തെ നെക്സോണിന്റെ ആ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെയാണ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ അതിന്റെ താഴേക്കുള്ള ഒരു പോർഷൻ കാര്യങ്ങളൊക്കെയാണ്, പിന്നെ സ്റ്റീറിംഗ് കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ. പിന്നെ വയറിംഗ് കിറ്റിലും ചെറിയ തരത്തിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുമ്പത്തെ സെയിം വയറിംഗ് കിറ്റ് ഒന്നല്ല, ചെറിയ സെപ്പറേറ്റ് നമ്മള് മുമ്പുള്ള ആ ഒരു വയറിംഗ് കിറ്റിൽ സോക്കറ്റിൽ വരുന്ന ടൈപ്പ് ഒന്നല്ല, കുറച്ച് മെഷർമെന്റിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്ക് സൈഡ് റിവേഴ്സിന്റെയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ ചില സ്ഥലത്തുള്ള വ്യത്യാസം മാത്രമാണ് ഈ ഒരു നെക്സോൺ നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ബാക്കിയൊക്കെ മറ്റേ നെക്സോൺ തന്നെ. ഇപ്പൊ ഡോർ ആയാലും അതേപോലെ തന്നെ സീറ്റ് ആയാലും ആംറസ്റ്റിന്റെ ആ ഒരു പോർഷൻ ആയാലും അതേപോലെ ഡാഷ്ബോർഡിന്റെ മുകളിലായാലും ബാറ്ററിയുടെ ആ ഒരു വയറിംഗ് സെക്ഷനൊക്കെ ആയാലും നമ്മുടെ ഫ്യൂസ് ഗിയർ കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം ഒരുവിധം പണ്ടത്തെ നെക്സോണ് ഒരു തന്നെ. ചില സ്ഥലത്ത് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഇൻഫർടൈമിൽ നമ്മൾ ചെയ്യുന്നത് 360 ഡിഗ്രി ക്യാമറ വരുന്നത് നമ്മളെ സ്മാർട്ട് ഓഡിയോയുടെ സിസ്റ്റം ആണ്. 2 വർഷം വാറന്റി കാര്യങ്ങളുള്ള. ഇനി സെപ്പറേറ്റ് നമുക്ക് ഇതിൽ റെക്കോർഡിംഗ് ഒന്നും ചെയ്യേണ്ട, ഇതിൽ തന്നെ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. DVRന്റെ ഓപ്ഷൻ പോലെ ഒന്നും അല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു 4 ക്യാമറ നമ്മള് ഡിക്കിയിലും അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിലും 2 മിറേഴ്സിലാണ് നമ്മൾ ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 4 ക്യാമറയും റെക്കോർഡിംഗ് ആവും. DVRന്റെ ഒരു ഫംഗ്ഷൻ ആണെന്നും ഇതിൽ കിട്ടില്ല. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ഇൻഷീൽഡ് വന്നാലാണ് അതിന്റെ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൽ തന്നെയാണ് നമുക്ക് ഓരോ ലൂപ്പിംഗ് കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻ, ഈ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നത് DVR ഉള്ള ഇൻഫർടൈൻമെന്റ്. അതേപോലെ തന്നെ സെപ്പറേറ്റ് വെക്കുന്ന DVRലാണ് ഈ സെൻസറും അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള സംഭവം കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് റെക്കോർഡിംഗ് ചെയ്യാം. എല്ലാ ക്യാമറയും ഇപ്പൊ 4 ക്യാമറ റെക്കോർഡ് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ സെപ്പറേറ്റ് വരുന്ന വയറിംഗ് കിറ്റ് കാര്യങ്ങളൊന്നല്ല, ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ആ ഒരു സ്മാർട്ട് ഓഡിയോയിൽ തന്നെ വരുന്ന വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്ന് സർവീസ് കിട്ടും. എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്ക് ആ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐറ്റമാണ് സ്മാർട്ട് ഓഡിയോ. അതേപോലെ തന്നെ ഇതിന്റെ എല്ലാ സൈഡിലേക്കും വയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റീരിയോയുടെ ബേസ് മോഡൽ വണ്ടിക്ക് നമുക്ക് സെപ്പറേറ്റ് ഇപ്പൊ ഞാൻ മാരുതി സുസുക്കി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ ഡോറിക്കും വയറിംഗ് വലിക്കുന്നത് മാരുതി സുസുക്കിയുടെ എല്ലാ വണ്ടിയും. ഇത് നെക്സോണിന്റെ ബേസ് മോഡലായാലും ടാറ്റ അൾട്രോസിന്റെ ബേസ് മോഡലായാലും പഞ്ചിന്റെ ബേസ് മോഡലായാലും നമുക്ക് എല്ലാ ഡോറിലേക്കും സ്പീക്കേഴ്സ് വയർ കാര്യങ്ങളൊക്കെ വലിക്കണം. സ്പീക്കേഴ്സ് വയറിന് സെപ്പറേറ്റ് വയറൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഫില്ലക്സിന്റെ വയർ ഇട്ടിട്ട് അതേപോലെ തന്നെ സ്ലീവ് ഒക്കെ ഇട്ട് കമ്പനി വയറിംഗിന്റെ ആ ഒരു മേളിൽ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് പക്കയായിട്ട് തന്നെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെ സ്പീക്കേഴ്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ക്ലിപ്പ് അടിച്ചിട്ട് ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. മുമ്പത്തെ ഒരു പരിപാടിയാണ് ക്ലിപ്പ് അടിച്ച് ചെയ്യണത്. പക്ഷെ ഈർപ്പവും വെള്ളം കയറിയിട്ട് ഇതിന്റെ ആ ഒരു ക്ലിപ്പ് ഒരു 4-5 മാസം ആകുമ്പോഴേക്കും തുരുമ്പിടിച്ച് അത് സ്പീക്കേഴ്സിന്റെ ഉള്ളിൽ കോയിലിന്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി ആകെ സീനാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു വയർ സോൾഡ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് കവർ ചെയ്യുക. അപ്പൊ ഈ ഒരു ഏരിയ നമ്മളെ കണക്ഷൻ കൊടുക്കുന്ന ഏരിയ റെസ്റ്റ് പിടിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യണത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ വാട്ടർ സർവീസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക മഴ പെയ്യുമ്പോഴൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ചെറിയ ഈർപ്പം കയറാൻ ചാൻസ് ഉണ്ട്, വെള്ളം ചെറുതായിട്ട് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ റെയിൻ ഗാർഡുള്ള ഒരു സ്പേസർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മേലാണ് ഈ ഒരു സംഭവം ചെയ്യണത്. ശരിക്കും പറഞ്ഞാല് സ്പേസറിന്റെ മുകളിൽ ഇതേപോലത്തെ ഒരു ഫോം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്. ഇതിന്റെ കറക്റ്റ് വർക്കിംഗ് കിട്ടണമെങ്കിൽ ഈ ഒരു ഫോം വെച്ചിട്ട് നമ്മൾ ഈ സ്പേസറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു
സ്പീക്കേഴ്സ് എന്താ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. വെറുതെ ചില വണ്ടികൾ കാണാറുണ്ട് ഓരോ സ്ഥലത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് നമുക്ക് സ്പീക്കേഴ്സ് 10,000 ചിലപ്പോൾ 12,000 സ്പീക്കേഴ്സ് ആയിരിക്കും, പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഒന്നും കിട്ടില്ല. അതൊക്കെ ഓരോ ടെക്നീഷ്യന്മാരെ തന്നെയാണ് നല്ല രീതിയിൽ ചെയ്തു വിട്ടാൽ ആ ഒരു സ്പീക്കേഴ്സിന്റെ ക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുമ്പത്തെ നെക്സോൺ പോലെ തന്നെ ഈ ഒരു മോഡൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നെക്സോണിനും ബാക്ക് പവർ വിൻഡോ ഇല്ല, ഫ്രണ്ട് പവർ വിൻഡോ ഉണ്ട്, നമുക്ക് മാനുവൽ സെൻട്രലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു പവർ വിൻഡോ ആഡ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോ RDയുടെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പൊക്കെ ആഡ് ചെയ്തായിരുന്നത്. ഫസ്റ്റ് ടൈമിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ അതിന് കംപ്ലൈൻസ് ആവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പവർ വിൻഡോസ് ചെയ്യുമ്പോഴൊക്കെ ആ പവർ വിൻഡോ ഇപ്പൊ 100 വണ്ടി ചെയ്താൽ 80 വണ്ടിയും കംപ്ലൈന്റ് എന്നുള്ള രീതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ പവർ വിൻഡോസ് എടുക്കാറില്ല. പിന്നെയും പഴയ വണ്ടികളൊക്കെയാണ് എടുക്കാറുള്ളത്, അൾട്ടോ അതേപോലെ സ്വിഫ്റ്റ് പഴയ മോഡൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ പുതിയ വണ്ടിയിൽ നിന്ന് ഒരിക്കലും പവർ വിൻഡോ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ ചെയ്യാത്തത് നല്ലതെന്ന് പറയുള്ളൂ. ഞാൻ RDയുടെ ഞങ്ങൾ ചെയ്യാറ് അത് പറ്റപതാണ്. സെൻട്രൽ ലോക്ക് കൊള്ളാം, RDയുടെ ഒരു കംപ്ലൈന്റ് ഒരു തരത്തിലുള്ള കംപ്ലൈന്റ് ഇല്ല. പവർ വിൻഡോ പക്ഷെ കയറാനുള്ള ബുദ്ധിമുട്ടും അതേപോലെ തന്നെ സ്വിച്ച് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും, നമ്മളായിട്ട് കസ്റ്റമർ അലമ്പാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ സാധനം നമ്മൾ ഷോപ്പിൽ കൊടുക്കാറില്ല. നമുക്ക് ചെയ്ത് റിസൾട്ട് കിട്ടുന്ന ഐറ്റംസ് മാത്രം നമ്മൾ വീഡിയോയിൽ പറയുള്ളൂ. അത് ഓപ്പൺ ആയിട്ട് ഏത് കമ്പനിയിൽ നമ്മൾ തുറന്നു പറയും കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പൊ അതന്നെ നമ്മൾ ഈ ഒരു സംഭവം പറഞ്ഞത് നമ്മൾ കംപ്ലൈന്റ് ഉള്ള സാധനം എന്തായാലും കംപ്ലൈന്റ് തന്നെ പറയുള്ളൂ. ആ ഒരു ഷോപ്പിൽ പിന്നെ ആ സംഭവം ആഡ് ചെയ്യൂല. അപ്പൊ ഇതിന്റെ ഷോറൂമിൽ നിന്ന് വെക്കുന്ന പറയുന്നത് വലിയ കുഴപ്പമില്ല, നമ്മൾ തുറന്നു പറയാലോ, അത് വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നല്ലൊരു തന്നെയാണ്, അത്യാവശ്യം നല്ല സ്ട്രോങ്ങോടെ തന്നെ കയറിയും ഇറങ്ങിയും വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്വിച്ച് ഒന്നും വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ഈ ബേസ് മോഡൽ വണ്ടി എടുക്കുമ്പോൾ ബാക്ക് സൈഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പവർ വിൻഡോ ഷോറൂം ചെയ്യിപ്പിക്കുക. പക്ഷെ ഞാൻ പവർ വിൻഡോ ആഡ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ വൈൻഡറിന് ഏറ്റവും നല്ലത്, കംപ്ലൈൻസ് കുറവാണ്. നമുക്ക് ഇതിൽ ജെന്യൂൻ ആയിട്ട് വരുന്ന പവർ വിൻഡോ കിറ്റ് അതേപോലെ മോട്ടറൊക്കെ ആണെങ്കിൽ പക്കയായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ സെപ്പറേറ്റ് ഇപ്പോൾ ഷോറൂമിൽ നിന്നായാലും പുറത്തുനിന്നായാലും ചെയ്യണത് പറ്റാപദ്ധം തന്നെയാണ്. അപ്പൊ എന്നാൽ തന്നെ കുറച്ചും കൂടിയും ബെറ്റർ ഷോറൂമിൽ നിന്ന് ചെയ്യണ പവർ വിൻഡോ തന്നെയാണ്. സെൻട്രൽ ലോക്ക് കിട്ടുക തന്നെയാണ് നമ്മൾ ചെയ്യണത്, അടിപൊളി സെൻട്രൽ ലോക്ക് തന്നെയാണ് ഉള്ളതുപോലെ തന്നെ പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞാണ്. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ ഇതിന് ഫിറ്റ്മെന്റും അതേപോലെ തന്നെ ഫൈനൽ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മളെ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറ്റുകയാണ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെയിലി വരുന്ന എല്ലാ വണ്ടികളും ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് റീൽ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ വ്ളോഗിങ് വീഡിയോ ഇടുന്നുണ്ട്. എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നും ഇടുന്നുണ്ട്. യൂട്യൂബിൽ പക്ഷേ എല്ലാ ദിവസവും നമുക്ക് എന്തായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ലെങ്ത് ഉള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും ക്യാമറ എടുക്കാനൊക്കെ പറ്റും. ഒരുവിധം എല്ലാ വണ്ടികളും ഇപ്പോൾ നെക്സോൺ ആണെങ്കിൽ അതേപോലെ തന്നെ ഗ്രാൻഡ് വിത്താർ ആണെങ്കിൽ ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്ന വണ്ടി ഒരുപാട് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് വിത്താർ ചെയ്ത് നമ്മളാണ് ഫ്രോൺസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ബലേന ആയിരിക്കും. അപ്പൊ നമ്മൾ ഡെയിലി ബലേന വീഡിയോ ആൾക്കാർക്ക് ചടപ്പാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടാണ് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോക്ക് പോകാം.